മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നെഞ്ച് നീറിയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നമ്മുടെ പ്രതാപനും ഉണ്ണിയും. അപ്പോഴും ഉണ്ണി ചോദിക്കുന്നുണ്ട്, വിഷം കലർത്തിയ പായസം ഇനി കരുണയും കാണാമെന്നോ എടുത്തു കുടിച്ചത്? കാരണം മഹാലക്ഷ്മിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയൊരു വയറ്റിന് പ്രശ്നം വന്നു എങ്കിലും ഇപ്പോൾ ഓക്കെ ആയെന്നാണ് തോന്നുന്നത്. കരുണയ്ക്ക് വയ്യായ്ക കൂടി വരുന്നുണ്ട്. ഇത് പ്രഗ്നൻ്റായ പെൺകുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന പ്രശ്നമായിരിക്കും. ഉറപ്പായിട്ടും മഹാലക്ഷ്മിയും കണ്ണനുമാണ് പായസം കുടിച്ചത്. കണ്ണൻ ഒരു ഗ്ലാസ്സേ കുടിച്ചോളെങ്കിലും ബാക്കി മുഴുവൻ പായസം കുടിച്ചത് മഹാലക്ഷ്മിയാണ്. ആ കാര്യത്തിൽ ഉറപ്പാണെന്ന് പ്രതാപനും പറയുന്നുണ്ട്. എന്നാൽ ആ കരുതലെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ഡോക്ടർ വന്ന് കരുണാലയത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് ആ വാർത്ത അറിയിക്കുന്നത്. കുഞ്ഞിൻ്റെ ജീവൻ ഇനി നോക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അമ്മയുടെ ജീവനെങ്കിലും എങ്ങനെയെങ്കിലും നിലനിർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഉണ്ണിയും പ്രതാപനും ആകെ ഷോക്കാവുന്നു. നാഴികയ്ക്ക് 40 വെട്ടവും നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും പറയുമായിരുന്നു, എൻ്റെ കുഞ്ഞൊരു അമ്മയാകാൻ പോവുകയാണ്, മഹാലക്ഷ്മിക്ക് ഒരിക്കലും ആ സൗഭാഗ്യം കിട്ടത്തില്ലെന്ന്. മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയെ കുത്തി പറയുന്നത്, നിൻ്റെ മൂത്ത മകളിരിക്കെ ഇളയ മകൾ പ്രഗ്നൻ്റ് ആയതിൻ്റെ കലിയാണ് നിനക്ക്. ഒരിക്കലും നിൻ്റെ മൂത്ത മകൾ ഒരു അമ്മയാകില്ല എന്നുള്ള കലിക്ക് നീ എൻ്റെ കുഞ്ഞിനെ വല്ലതും ചെയ്യുമോ? ഇപ്പം തന്നെ കരുണയ്ക്ക് വയ്യാണ്ടായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വണ്ടി പോയതിന് ശേഷം ഉടനെ വന്ന് മോഹിനിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നത്, മുത്തശ്ശി അത് തന്നെയാണ്, നീ എൻ്റെ കുഞ്ഞിന് വല്ല വിഷവും കലർത്തി കൊടുത്തോ? മൂത്ത മകളിരിക്കെ ഇളയ മകൾ പ്രഗ്നൻ്റ് ആയതിൻ്റെ അസൂയയ്ക്ക് അമ്മ അനാവശ്യമൊന്നും പറയരുത്. എൻ്റെ 2 മക്കളും എനിക്ക് ഒരുപോലെയാണ്, അമ്മയെപ്പോലെ അങ്ങനെ ദുഷിച്ച മനസ്സ് എനിക്കില്ല എന്നൊക്കെ മോഹിനിയമ്മയും പറയുന്നുണ്ടായിരുന്നു. കരുണയുടെ ജീവൻ തന്നെ തിരികെ കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വയ്യാത്ത ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന കരുണയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന അപേക്ഷയുമായിട്ട് ഡോക്ടറിന് മുമ്പിൽ കരഞ്ഞ് കൈകൂപ്പി പ്രതാപൻ പറയുന്നുണ്ട്, എനിക്ക് ആകെക്കൂടിയുള്ള ഒരു മകളാണ്, ആണും പെണ്ണുമായിട്ട് എനിക്ക് അവളേ ഉള്ളൂ, അവളുടെ ജീവൻ എങ്ങനെയെങ്കിലും തിരികെ തരണം എന്ന് പറഞ്ഞ് കരയുമ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഞങ്ങളെയും കൊണ്ട് ആകുന്നത് ശ്രമിക്കുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, അല്ലാതെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകുമ്പോഴത്തേക്കും പ്രതാപൻ അലറി വിളിച്ച് കരയുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും ഉണ്ണിക്ക് അതിനേക്കായും വിഷമമുണ്ട്. ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അതിൻ്റെ മുമ്പിൽ പതറി നിൽക്കുന്നുണ്ട് പ്രതാപനും ഉണ്ണിയും കരുണയും മുത്തശ്ശിയും എല്ലാവരും. എന്തായാലും അവരൊരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. വിഷം കലർത്തിയ പായസം കരുണമോളായിരിക്കും കുടിച്ചിരിക്കുന്നത്, അല്ലാതെ പിന്നെ കരുണമോൾക്ക് ഇങ്ങനെയൊക്കെ വരാൻ ഒരു സാധ്യതയില്ല. അതേസമയം അഭയം നഷ്ടമായ മഞ്ജു സഹായത്തിനായി കമലേശ്വരത്തെത്തുന്നുണ്ട്. കണ്ണനെയും മഹാലക്ഷ്മി ഏട്ടത്തെയും കണ്ട് സഹായം ചോദിക്കാനായിട്ട്. മഞ്ജുവിനെ കാണുമ്പോഴത്തേക്കും ദുർഗയ്ക്കാണെങ്കിൽ കലി സഹിക്കാനാകുന്നില്ല. സ്വന്തം മുറച്ചിറക്കൻ തങ്ങളെ ചതിച്ചുവെങ്കിലും അതിനേക്കായും കലി മകളോടാണ് അമ്മയ്ക്കുള്ളത്. മുറച്ചിറക്കനെ കളഞ്ഞ് ഇന്നലെ കണ്ട ഒരുത്തനോടൊപ്പം ഇറങ്ങിപ്പോയെന്നുള്ള കലി. നീ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോവാൻ ദുർഗാമ്മ പറയുമ്പം അങ്ങനെ പറയാൻ അമ്മയ്ക്ക് യാതൊരു അവകാശവും. അത് പറയാൻ അർഹതയുള്ള 2 പേരേ ഈ വീട്ടിലുള്ളൂ, അതെൻ്റെ കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തിയ. അമ്മ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് വായടപ്പിക്കുന്നുണ്ട് ദുർഗയുടെ മഞ്ജു. ശേഷം മഞ്ജു ആണെങ്കിൽ നിറ കണ്ണുകളോടെ കണ്ണൻ്റെ മുമ്പിൽ കൈകൂപ്പി അപേക്ഷിക്കുന്നുണ്ട്, എൻ്റെ സാഗരേട്ടനെ രക്ഷിക്കണം, സാഗരേട്ടൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അത് കേട്ട് അമ്പരക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും. എന്തു പറ്റിയെന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട്, കഞ്ചാവ് കേസിൽ എൻ്റെ സാഗരേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. കണ്ണേട്ടൻ അറിയാലോ, സാഗരേട്ടൻ ഇപ്പോൾ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുവാണ്. അവിടേക്ക് ആ മേഘനാഥനും അയാളുടെ അച്ഛനും കൂടി ചികിത്സയ്ക്ക് വന്നിരുന്നു. ചികിത്സയുടെ മറവിൽ വന്ന് സാഗരേട്ടൻ്റെ വണ്ടിയിലേക്ക് കുറേ കഞ്ചാവ് വെച്ചിട്ടാണ് അയാൾ പോയത്. എന്നിട്ട് പോലീസിന് ഒറ്റിക്കൊടുത്ത് സാഗരേട്ടനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തു. ഞാൻ അയാളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി സാഗരേട്ടനോടൊപ്പം പോയതിനുള്ള ദേഷ്യം തീർത്തതാണ് അയാൾ. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഈ പറയുന്ന സാഗറിനെയും മേഘനെയും വ്യക്തമായിട്ട് അറിയാവുന്നവരാ ഞങ്ങൾ 2 ആളും. സാഗർ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ ആരെയും കൊണ്ടും പറ്റില്ല. സാഗരേട്ടൻ ചെയ്യാൻ പാടില്ലാത്ത പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം മാന്യമായിട്ട് അധ്വാനിച്ച് തന്നെയാണ് എന്നെ പോറ്റിയത്. ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 ആളും തൃപ്തരായിരുന്നു. എന്നെ പൊന്നുപോലെ ഇതുവരെയും സാഗരേട്ടൻ നോക്കിയിട്ടുള്ളത്. എനിക്ക് നാളെ വന്നു ചേരാൻ സാധ്യതയുള്ള സമ്പത്തും പ്രതീക്ഷിച്ചാണ് ആ മേഘൻ എന്നെ വിവാഹം കഴിച്ചത്. അയാളുടെ ഭാഗത്തുനിന്ന് ഒരു മാനുഷിക പരിഗണന പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കണ്ണേട്ടൻ അറിയാമോ, ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമാണ്. എന്നോട് നേരത്തെ റെഡിയായി നിൽക്കാനൊക്കെ സാഗരേട്ടൻ പറഞ്ഞിരുന്നു. സിനിമയ്ക്കും ഫുഡ് കഴിക്കാനൊക്കെ പുറത്ത് കൊണ്ടുപോകാമെന്ന്. അങ്ങനെയുള്ള സാഗരേട്ടനെയാണ് അയാൾ അകത്താക്കിയിരിക്കുന്നത്. എന്നെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഒരുപാട് അപമാനം സഹിച്ചിട്ടുണ്ട് സാഗരേട്ടൻ. എനിക്ക് സഹായം ചോദിക്കാൻ മറ്റാരുമില്ല. കണ്ണേട്ടൻ ഞങ്ങളെ കൈയൊഴിയരുത്.
എനിക്ക് കണ്ണേട്ടൻ്റെ യാതൊരു സ്വത്തും പണവും ഒന്നും വേണ്ട. സാഗരേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് പുറത്തിറക്കി തന്നാൽ മതിയെന്ന് പറയുന്ന മഞ്ജുവിനെ നോക്കിയിട്ട് ദുർഗയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഇവിടെ സഹായിക്കല്ലേ കണ്ണ. നമ്മളെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് ഇന്നലെ കണ്ടൊരുത്തനോടൊപ്പം ഇറങ്ങിപ്പോയവളല്ലേ, അനുഭവിക്കണം. എങ്കിലേ എൻ്റെ വിഷമം മാറൂ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളൊരു അമ്മയല്ലേ, എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. മഹി പറയുന്നുണ്ട്, മഞ്ജു വിഷമിക്കണ്ട. സാഗർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ സഹായിക്കാം. അല്ല ശരിക്കും സാഗർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ മറന്നേക്കണം. ഞങ്ങളോടൊപ്പം കമലേശ്വരൻ തറവാട്ടിൽ വന്ന് താമസിക്കാൻ തയ്യാറാണെന്നുള്ള വാക്കും തരണം. കാരണം കണ്ണനും മഹാലക്ഷ്മിക്കും അറിയാം, അവരും കൂടി തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവിന് എങ്ങാടവുമില്ല, അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്നുള്ള കാര്യം. അപ്പം കാത്തിരിക്കാം. കണ്ണനും മഹാലക്ഷ്മിയും ഇടപെട്ട് അനന്തവും മാർക്കോയും എല്ലാവരും കൂടി ചേർന്ന് സാഗറിനെ പുറത്തിറക്കുമോ, കരുണയുടെ ജീവനും ഇനി ആപത്തിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ